നിങ്ങൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ഒരു വേർബിന്റെ ഇൻഫിനിറ്റീവ് രൂപത്തിൽ തൊട്ട് മുമ്പ് ഉപയോഗിക്കുന്ന ഒരു സ്പീച്ച് ഇനീഷ്യേറ്റർ ആണ് ഡിഡ് യു യൂസ് ടു. ഡിഡ് യു യൂസ് ടു അല്ല, നിങ്ങൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നർത്ഥമാണ് അതിന്. അതായത് പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ച് നമ്മൾ ഭൂതകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന എന്നാൽ ഇപ്പോൾ ചെയ്യുന്നില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാനാണ് ഡിഡ് യു യൂസ് ടു എന്ന് ഉപയോഗിക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ രൂപമാണ് ഡിഡ് യു യൂസ് ടു. ഓക്കെ, അപ്പൊ എല്ലാ സ്പീച്ച് ഇനിഷ്യേറ്റേഴ്സ് എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിക്കും. നമ്മളെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്ന പദങ്ങളുണ്ട് അല്ലെങ്കിൽ വാക്കുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്പീച്ച് ഇനിഷ്യേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ സംഭാഷണങ്ങളും തുടങ്ങുന്ന ഒരു ചോദ്യത്തിൽ നിന്നായതും എല്ലാ ചോദ്യവും സ്പീച്ച് ഇനിഷ്യേറ്റേഴ്സിന്റെ ഭാഗമാണ്. അപ്പോൾ ഡിഡ് യു യൂസ് ടു എന്നുള്ളതും അതുപോലെ തന്നെ ഒരു സ്പീച്ച് ഇനിഷ്യേറ്റർ ആണ്. അതിന്റെ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഉദാഹരണത്തിന് ഡിഡ് യു യൂസ് ടു പ്ലേ ഔട്ട്സൈഡ് നിങ്ങൾ കുട്ടിയായിരുന്നു, നിങ്ങൾ പുറത്തു പോയി കളിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ പുറത്തു പോയി കളിച്ചിരുന്നു. അതായത് പാസ്റ്റ് ഹാബിറ്റ്. അങ്ങനെ നിങ്ങൾക്കൊരു പാസ്റ്റ് ഹാബിറ്റ് ഉണ്ടോ, ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അടുത്ത ഉദാഹരണം, ഡിഡ് യു യൂസ് ടു വാച്ച് കാർട്ടൂൺസ് എവരി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കാർട്ടൂൺ കാണാറുണ്ടായി. മൂന്നാമത്തെ ഉദാഹരണം നോക്കാം, ഡിഡ് യു യൂസ് ടു ഗോ സ്വിമ്മിങ് ഇൻ ദ സമ്മർ. വേനലിൽ നിങ്ങൾ നീന്താൻ പോകാറുണ്ടായി. അപ്പൊ ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം. നാലാമത്തെ ഉദാഹരണം, ഡിഡ് യു യൂസ് ടു ലിവ് ഇൻ എ ഡിഫറെന്റ് സിറ്റി. വ്യത്യസ്തമായ സിറ്റിയിൽ നിങ്ങൾ താമസിച്ചിരുന്നു അല്ലെങ്കിൽ താമസിക്കാറുണ്ടായി. ഇതൊരു മോഡൽ ഓക്സിലറി ആയതുകൊണ്ട് താമസിച്ചിരുന്നോ എന്നോ അല്ലെങ്കിൽ താമസിക്കാറുണ്ടായിരുന്നോ എന്ന അർത്ഥം വരും. കാരണം എല്ലാ മോഡൽ ഓക്സിലറികളും ഒരു മെയിൻ മീനിങ്ങും ഒപ്പം തന്നെ ഉപാർത്ഥങ്ങളും ഉണ്ടായിരുന്നു. അത് സംസാരിക്കുന്ന ആളുടെ ഭാവവും ആ സാഹചര്യം കോണ്ടെക്സ്റ്റ് എല്ലാം ഡിഫറൻസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് ചെയ്തിരുന്നു എന്നർത്ഥം വരാം അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നർത്ഥം. എന്തായാലും മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പാസ്റ്റ് ഹാബിറ്റുകൾ, കുഞ്ഞുണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ച് ചോദിക്കാനാണ് ഡിഡ് യു യൂസ് ടു ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തെ ഉദാഹരണം നോക്കൂ, ഡിഡ് യു യൂസ് ടു റീഡ് ബുക്സ് ബിഫോർ ബെഡ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പുസ്തകങ്ങൾ വായിച്ചിരുന്നു അല്ലെങ്കിൽ വായിക്കാറുണ്ടായിരുന്നു. ഡിഡ് യു യൂസ് ടു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരൻസ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഗ്രാൻഡ് പാരൻസിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഏഴാമത്തത്, ഡിഡ് യു യൂസ് ടു സ്റ്റഡി ലേറ്റ് അറ്റ് നൈറ്റ്. നിങ്ങൾ ഉറക്കം ഒഴിച്ച് നിങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ലേറ്റ് അറ്റ് നൈറ്റ് എന്നാല് രാത്രി വൈകിട്ട്, അതായത് ഉറക്കം ഒഴിച്ചിട്ട് നിങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു. ഡിഡ് യു യൂസ് ടു ലിസൺ ടു മ്യൂസിക് വൈൽ വർക്ക്. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ സംഗീതം കേൾക്കാറുണ്ടായിരുന്നു. ഡിഡ് യു യൂസ് ടു ഹാവ് എ പെറ്റ്. നിങ്ങൾക്ക് ഒരു പെറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അതായത് മുന്നേ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ. ഇപ്പോൾ അതിനെ കുറിച്ചുള്ള സാധ്യത ഇല്ലാതെ വരുമ്പോഴാണ് ഡിഡ് യു യൂസ് ടു എന്ന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഡിഡ് യു ഹാവ് മാത്രം ഡിഡ് യു യൂസ് ടു ഹാവ് ഒരു പെറ്റ് ഉണ്ടായിരുന്നു. പത്താമത്തെ നോക്കൂ, ഡിഡ് യു യൂസ് ടു റൈഡ് എ ബൈസിക്കിൾ. സ്കൂളിലേക്ക് ബൈക്ക് ഓടിച്ചിട്ട് പോയിരുന്നത് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചിട്ട് പോകാറുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്തരം കൂടുതൽ പദങ്ങൾ, കൂടുതൽ വാചകങ്ങൾ എഴുതി പഠിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ച് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് ഇത്തരം കുറച്ച് വാക്കുകൾ, കുറച്ച് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതേപോലത്തെ ടിപ്പുകളുമായി അടുത്ത വീഡിയോയിൽ